children, നമുക്കിന്ന് മാത്സ് എക്സാമിന് എന്തൊക്കെ പഠിക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കണേ. നമ്മൾ മാത്സിലെ അഡീഷനും സബ്ട്രാക്ഷനും പഠിച്ചു നോക്കുന്നില്ലേ? അതിൽ നിന്നും പിക്ചർ അഡീഷൻ എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിക്കേ, ഇവിടെ കുറച്ച് ഓറഞ്ചസ് കൊടുത്തിട്ടുണ്ട് അല്ലേ? 3 oranges plus 2 oranges എത്രയാണ് നമ്മൾ എഴുതണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ പിക്ചർ അഡീഷൻ വരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവിടെ കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സ് മുഴുവനും കൗണ്ട് ചെയ്യാം. 1 2 3 4 5. ഇവിടെ ടോട്ടൽ എത്ര ഓറഞ്ചസ് വരുന്നുണ്ട്? അപ്പോ 5. ഓക്കെ, 3 plus 2 equal to 5. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ പിക്ചർ അഡീഷൻ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ അതൊന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, പിന്നെ എക്സാമിന് നമ്പേഴ്സ് കൊടുത്തിട്ടും സബ്ട്രാക്ട് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. എല്ലാവരും ഇവിടെ നോക്കിക്കേ. ഫസ്റ്റ് വൺ, 6 minus 1. എന്താ ചോദിച്ചിരിക്കുന്നത്? 6 minus 1. ഇതെങ്ങനെയാണ് ചെയ്യാം? ആദ്യം നമ്മൾ 6 ലൈൻസ് വരച്ചു നോക്കണം അല്ലെ? 1 2 3 4 5 6. 6 minus 1 ആണ്. നമ്മൾ 6 ലൈൻസ് വരച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ ഒരു ലൈന് ഒഴിവാക്കണം. അപ്പൊ അതിങ്ങനെ ക്രോസ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി ബാക്കി വരുന്ന ലൈൻസ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5. അപ്പൊ 6 minus 1 എത്രയായിരിക്കും? 5. അപ്പൊ ഇവിടെ 5 എന്ന് എഴുതാം. ഓക്കെ, അടുത്ത ചെയ്ത് നോക്കാം. എന്താണ്? 8 minus 5. 8ൽ നിന്നും 5 നമ്മൾ കുറയ്ക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ലൈൻസ് ഇട്ട് ചെയ്ത് നോക്കാം. ആദ്യം 8 ലൈൻസ് വരയ്ക്കാം. 1 2 3 4 5 6 7 8. 8 ലൈൻസ് വരച്ചു. അതിൽ നമ്മൾ എത്രണ്ണം ക്രോസ് ചെയ്യണം? 5 ക്രോസ് ചെയ്യണം. ഓക്കെ, 1 2 3 4 5. 5 ക്രോസ് ചെയ്ത് ബാക്കി എത്രണ്ണം വരുന്നുണ്ട്? 1 2 3. അപ്പൊ 8 minus 5 എത്രയായിരിക്കും? 3. ഓക്കെ, ലാസ്റ്റ് വൺ 4 minus 2. നമുക്ക് ലൈൻസ് ഇട്ടിട്ട് ചെയ്ത് നോക്കിയാലോ. 4 ലൈൻസ് വരയ്ക്കാം. 1 2 3 4. അതിന് എത്രണ്ണം ക്രോസ് ചെയ്യണം? 2 ക്രോസ് ചെയ്യണം. 1 2. ബാലൻസ് എത്ര ലൈൻസ് വരുന്നുണ്ട്? 1 2. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ? 2. 4 minus 2 equal to 2. അപ്പൊ എക്സാമിന് ഇതുപോലെ നമ്പേഴ്സ് സബ്ട്രാക്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ലൈൻസ് ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഫിംഗേഴ്സ് വെച്ച് ചെയ്യുന്നവര് അതുപോലെയും ചെയ്യാട്ടോ. ഇതായിരിക്കും നിങ്ങൾക്ക് ഒന്നുകൂടെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നമ്പേഴ്സ് സബ്ട്രാക്ട് ചോദിക്കുകയാണെങ്കിൽ ഇതുപോലെ ലൈൻസ് ഇട്ടിട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ഓക്കെ, പിന്നെ എക്സാമിന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 39 കൊടുത്തിരിക്കുന്ന അഡീഷൻ വേർഡ് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ പേജ് നമ്പർ 40 കൊടുത്തിരിക്കുന്ന സബ്ട്രാക്ഷൻ വേർഡ് പ്രോബ്ലംസും എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മീന ഹാസ് 8 balls and Tina has 2 balls. How many balls they have in all? ക്വസ്റ്റ്യൻ എന്താ മനസ്സിലായോ? മീന എന്ന് പറഞ്ഞ കുട്ടിയുടെ കയ്യില് 8 ബോൾസ് വരുന്നുണ്ട്. ടീനയുടെ കയ്യിലാണെങ്കിലോ 2 ബോൾസും വരുന്നുണ്ട്. അപ്പൊ ടോട്ടല് അവരെ 2 പേരുടെ കയ്യിലൂടിയിട്ട് എത്ര ബോൾസ് വരുന്നുണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പേഴ്സ് ഈ ബോക്സിൽ എഴുതണം. 8 2. 8 plus 2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ബോൾസ് വരയ്ക്കുക. ആദ്യം 8, മീനയുടെ കയ്യിലുള്ള 8 ബോൾസ് വരയ്ക്കുക. 1 2 3 4 5 6 7 8. ഇനി അതിലേക്ക് ടീനയുടെ 2 ബോൾസ് നമ്മൾ കൂട്ടാം. 1 2. നമുക്കിത് എത്ര ഉണ്ടെന്ന് കൗണ്ട് ചെയ്താലോ. 1 2 3 4 5 6 7 8 9 10. അപ്പൊ ടോട്ടൽ അവരുടെ കയ്യില് 10 ബോൾസ് ആണ് വരുന്നത്. അപ്പൊ ഈ പ്രോബ്ലം സോൾവ് ആയില്ലേ? ഓക്കെ, അടുത്തത് നോക്കാം. മായ had 4 pens. She gave 1 pen to her sister. Now how many pens are left? ക്വസ്റ്റ്യൻ മനസ്സിലായോ? മായയുടെ കയ്യില് 4 പെൻസ് വരുന്നുണ്ട്. മായയുടെ കയ്യില് 4
പെൻസ് ഉണ്ട്. അതിൽ നിന്നും ഒരു പെൻ അവളെ അനിയത്തിക്ക് കൊടുത്തു. ബാക്കി എത്ര പെൻസ് ആണ് വരുന്നത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പേഴ്സ് താഴെയുള്ള ബോക്സിൽ എഴുതാം. 4 - 1. ഓക്കെ, 4 - 1 ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ ലൈൻസ് വരച്ചിട്ട് കണ്ടുപിടിക്കാം. മായയുടെ കയ്യിൽ 4 പെൻസ് ആണ്. അപ്പൊ 1 2 3 4 പെൻസ് ആണ്. അതിൽ നിന്നും ഒരു പെൻ ആർക്ക് കൊടുത്തിട്ടുണ്ട്? അവളുടെ സിസ്റ്ററിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ക്ലോസ് ചെയ്യാം. ഒരു ലൈന് ക്ലോസ് ചെയ്ത് ബാക്കി എത്ര എണ്ണം വരുന്നുണ്ട്? 1 2 3. അപ്പൊ 4 - 1 എത്ര ആയിരിക്കും? 3. ഇപ്പോ ഈ പ്രോബ്ലം സോൾവ് ആയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ക്വസ്റ്റ്യൻസും എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ അതും ഒന്ന് നന്നായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, പിന്നെ നമ്പർ നെയിംസ് കൊടുത്തിട്ട് അതിന്റെ നമ്പർ ഐഡന്റിഫൈ ചെയ്യാനും എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എല്ലാവരും ഇവിടെ നോക്കിക്കേ. ഫസ്റ്റ് വൺ 21. ഇവിടെ കുറച്ച് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിലേതോ ഒരു നമ്പർ ആണ് 21. അതേതാണ്? നിങ്ങളൊന്ന് പറഞ്ഞേ, ഇതിൽ ഏതാണ് നമ്പർ 21? ഏതാണ്? ഫസ്റ്റ് വൺ. വെരി ഗുഡ്. അപ്പൊ അത് ടിക്ക് ചെയ്തു. അടുത്തത് 7. ഇതിൽ ഏതാണ് നമ്പർ 7? ഏതാണ്? ശരിക്ക് നോക്കിയിട്ട് ഒന്ന് പറഞ്ഞേ, ഏതാണ്? ഇതാണ് നമ്പർ 7. അപ്പൊ അത് ടിക്ക് ചെയ്തു. ഓക്കെ, അടുത്തത് 12. ഇതിൽ ഏതാണ് നമ്പർ 12? ഏതാണ്? ശരിക്ക് നോക്കിയിട്ട് ഒന്ന് പറഞ്ഞേ, ഏതാണ് നമ്പർ 12? ഏതാണ്? ഇതാണ് അല്ലേ? അപ്പൊ അത് ടിക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ ഇതുപോലെ നമ്പർ നെയിംസ് കൊടുത്തിട്ട് അതിന്റെ നമ്പർ ഐഡന്റിഫൈ ചെയ്യാൻ എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ 1 to 50 വരെയുള്ള നമ്പർ നെയിംസ് ആണ് പഠിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് 1 to 50 വരെയുള്ളതിൽ ഏത് നമ്പർ നെയിംസ് തന്നിട്ട് ഇങ്ങനെ നമ്പേഴ്സ് ചോദിച്ചാലും നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പൊ അതുകൂടെ ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, പിന്നെ ടൈം എന്ന ചാപ്റ്ററിന് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഇത് എന്താ നോക്കിയാലോ? ഡ്രോ ദ ഹാൻഡ്സ് ഓഫ് ദ ക്ലോക്ക്. എന്താണ്? ഇവിടെ താഴെ ഒരു ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ക്ലോക്കിൽ എന്താണ്? ഇതിന്റെ ഹാൻഡ്സ് ഒക്കെ മിസ്സിംഗ് ആണ്. അപ്പൊ അത് നമ്മൾ വരച്ചു കൊടുക്കണം. ഇവിടെ ടൈം കൊടുത്തിട്ടുണ്ട്. ഈ ടൈമിലാണ് നമ്മൾ ഹാൻഡ്സ് വരയ്ക്കേണ്ടത്. ക്ലോക്കിന് 2 ഹാൻഡ്സ് ആണ് വരുന്നത്. ലോങ്ങർ ഹാൻഡ്സ് ഉണ്ട്, ഷോർട്ടർ ഹാൻഡ്സ് ഉണ്ട് അല്ലെ? അപ്പൊ അത് നമ്മൾ വരച്ചു കൊടുക്കണം. ടൈം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? 4 o'clock. 4 o'clock ആണ് ടൈം. ലോങ്ങർ ഹാൻഡ് എപ്പോഴും ഏത് നമ്പറിലായിരിക്കും വരിക? 12 നമ്പറിലായിരിക്കും വരിക. അപ്പൊ അത് ലോങ്ങർ ഹാൻഡ് 12ലേക്ക് വരച്ചു കൊടുക്കാം. ഷോർട്ടർ ഹാൻഡ് എന്താ? ടൈം അനുസരിച്ച് ഇങ്ങനെ മാറും അല്ലെ? 1 o'clock ആണെങ്കിൽ 1ലായിരിക്കും, 2 o'clock ആണെങ്കിൽ 2ലായിരിക്കും. ടൈം അനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ? ഓക്കെ, അപ്പോ 4 o'clock എന്ന് പറയുമ്പോ ആ ഷോർട്ടൻ ഹാൻഡ് എവിടെയായിരിക്കും? 4ലായിരിക്കും. അപ്പൊ അത് 4ലേക്ക് വരച്ചിടും. ഓക്കെ, അപ്പൊ ഇതുപോലെ ഹാൻഡ്സ് വരയ്ക്കാനും എക്സാമിന് ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യം നിങ്ങൾ ലോങ്ങർ ഹാൻഡ് 12ലേക്ക് വരച്ചു വയ്ക്കുക. പിന്നെ ടൈം നോക്കാം. ഇവിടെ 4 o'clock ആയതുകൊണ്ട് നമ്മൾ ഷോർട്ടൻ ഹാൻഡ് 4ലേക്ക് വരച്ചു. 6 o'clock ആണെങ്കിൽ നമ്മൾ അത് 6ലേക്ക് വരയ്ക്കാം. 8 o'clock ആണെങ്കിൽ 8ലേക്ക് വരയ്ക്കാം. അങ്ങനെ എത്രയാണ് ടൈം തന്നിരിക്കുന്നത് അതിനനുസരിച്ച് വേണം നിങ്ങൾ ഷോർട്ടൻ ഹാൻഡ് വരയ്ക്കാൻ. ഓക്കെ, പിന്നെ ഈ ടൈം എന്ന ചാപ്റ്ററിന് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പേജ് നമ്പർ 42 കൊടുത്തിരിക്കുന്നുണ്ട്. ഇതുപോലെ ക്ലോക്കിന്റെ പിക്ചർ കൊടുത്തിട്ട് അതിൽ കൊടുത്തിരിക്കുന്ന ടൈം എഴുതാനും ചോദിക്കാറുണ്ട്. എളുപ്പല്ലേ? ഷോർട്ടൻ ഹാൻഡ് ഏത് നമ്പറിലാണോ ഇരിക്കുന്നത് നോക്കുക, അതാണ് ആ ക്ലോക്കിലെ ടൈം. ഓക്കെ, അപ്പൊ ഇതുപോലെ ക്ലോക്കിൽ ടൈം തന്നിട്ട് അതിന്റെ ടൈം എഴുതാനും ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ഷോർട്ടൻ ഹാൻഡ് ഏത് നമ്പറിലാണ് നോക്കുക, അതാണ് ആ ക്ലോക്കിലെ ടൈം. ഓക്കെ, അപ്പോൾ ടൈം എന്ന് ഇതുപോലെ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ ചാൻസ്. അപ്പൊ അത് രണ്ടും നിങ്ങളൊന്ന് പഠിച്ചു വെക്കാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മാത്സ് എക്സാമിൽ നല്ല മാർക്ക് കിട്ടിട്ടെന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.